ഹായ് ഓൾ, മിഡ് ക്യാപ് ഡോക്ടറിൻ്റെ പ്രീ മാർക്കറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓക്കെ, ഞാൻ ഈ വീഡിയോ ഇതിപ്പോൾ കട്ട് ചെയ്ത് കയറ്റുന്നതാണ്. ഞാൻ ഈ വീഡിയോ ചെയ്യുമ്പോൾ ഇതിനിടയിൽ ഇന്ന് അവധി ആയതുകൊണ്ട് എൻ്റെ ധാരണ മുഴുവൻ വീക്കിലി ആണ് എന്നുള്ളൊരു കൺസെപ്റ്റിൽ ഞാൻ തിങ്കളാഴ്ച എന്ന് എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക. അവധി ആയതുകൊണ്ട് ഞാൻ തിങ്കളാഴ്ച എന്നാണ് എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക. ഓക്കെ, വീക്കിലി അനാലിസിസ് എന്നുള്ളൊരു കൺസെപ്റ്റിലാണ് ഞാൻ, ആ ഒരു ധാരണയാണ് എൻ്റെ മനസ്സിലിടുന്നത്. അതുകൊണ്ട് എവിടെയെങ്കിലും തിങ്കളാഴ്ച എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ സദയം ക്ഷമിക്കുക. ഓക്കെ, ഇതിപ്പം നാളെ വ്യാഴാഴ്ച നമ്മളുടെ പ്രീ മാർക്കറ്റാണ്. താരിഫിൻ്റെ പുറകെ വലിയ കൊട്ടയുമായിട്ട് കാത്തിരിക്കുകയാണ്, കൊട്ടയ്ക്കകത്തിൽ കോരാൻ വേണ്ടി ഇല്ലേ. അപ്പോൾ തിങ്കളാഴ്ച എന്ത് സംഭവിക്കും എന്നുള്ളതാണ് വലിയ ചോദ്യം. നമുക്ക് ഓൾറെഡി ഈ താരിഫിനെ പറ്റിയൊക്കെ ഞാൻ എൻ്റെ എല്ലാ വീഡിയോകളിലും ഞാൻ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇനി പിന്നെ ആവർത്തിച്ച് പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, കഴിഞ്ഞ 3 മാസമായിട്ട് മാർക്കറ്റിൽ ഈ കടന്ന് ഓടിക്കളിക്കുന്ന സംഭവമാണ് ഈ നമ്മുടെ ഈ താരിഫിൻ്റെ പ്രശ്നം. നിങ്ങൾക്കറിയാവുന്ന കാര്യമാണ് അല്ലേ. കഴിഞ്ഞ 3 മാസമായിട്ട് ഓടിക്കളിക്കുന്ന കാര്യമാണ്. അപ്പം ഈ ന്യൂസ് വരുമ്പോഴൊക്കെ മാർക്കറ്റ് ഒന്നിറങ്ങും, പിന്നെ അതുപോലെ തന്നെ തിരിച്ചു കയറും, പിന്നെ ഇറങ്ങും, തിരിച്ചു കയറും, അങ്ങനെയാണ്. ഇപ്പോൾ അവസാന നിമിഷം ഈ 50% താരിഫിൻ്റെ കാര്യം വന്നപ്പോഴും മാർക്കറ്റ് ഇടിഞ്ഞു ഇല്ലേ. അതിൻ്റെ ഇടിവാണ് നമ്മൾ കഴിഞ്ഞ 255 പോയിൻറ്റിൻ്റെയോളം ഇടിവ് നമ്മളിവിടെ കണ്ടു, കഴിഞ്ഞ വെള്ളിയാഴ്ച നമ്മൾ കണ്ടു. ഓക്കെ, അതിനുശേഷം തിങ്കളാഴ്ച അപ്പോൾ നമ്മൾക്ക് ഇന്ന് രാവിലെ ഓൾറെഡി 50% കൺഫേം ചെയ്തു. ഓക്കെ, US കൺഫേം ചെയ്തു. ഇത് കൺഫേം ചെയ്തെങ്കിലും ഇന്ന് രാത്രി എന്ത് വേണമെങ്കിലും സംഭവിക്കാം, എന്ത് വേണമെങ്കിലും മാറി മറിയാം. നിലവിൽ നിഫ്റ്റി 112 പോയിൻറ്റ്, ഏകദേശം 112 പോയിൻറ്റ് ഇന്നലത്തെ ക്ലോസിങ്ങിന് ശേഷം മാർക്കറ്റ് വീണിട്ടുണ്ട്. അപ്പം ഏകദേശം 585, രണ്ട് ഈക്വലായിട്ട് കൂട്ടുവാണെന്നുണ്ടെങ്കിൽ 712ആണ്. 500, 600, 700, ഏകദേശം ഒരു 100-125 പോയിൻറ്റോളം നിഫ്റ്റി ഇപ്പോൾ നിലവിൽ വീണിട്ടുണ്ട്. ഓക്കെ, ഈ വ്യാഴാഴ്ച ദിവസം, ഈ തിങ്കളാഴ്ച ദിവസം മാർക്കറ്റ് ഇന്ന് രാത്രി US ഡൊണാൾഡ് ട്രംപ് ഇതിനെപ്പറ്റി ഒന്നും സംസാരിക്കുന്നില്ല, അല്ലെങ്കിൽ ഒരു പോസ്, അല്ലെങ്കിൽ ഇച്ചിരൂടെ സാവകാശം കൊടുക്കുന്നു, അല്ലെങ്കിൽ കൂടുതൽ ചർച്ചകൾക്ക് വേണ്ടി ഒന്ന് പോസ് ചെയ്യുന്നു എല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീണതൊക്കെ ശരവേഗം പോലെ മാർക്കറ്റ് നേരെ തിരിച്ച് മുകളിലോട്ട് കയറും. ഇല്ല, ഈ പോസിലൂടെ തന്നെ ഇന്ന് രാത്രി ഒന്നും സംഭവിക്കുന്നില്ല, ആ സിറ്റീസ് തന്നെയാണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ മാർക്കറ്റ് കുറച്ചുകൂടെ ഒന്ന് വീണ് കഴിഞ്ഞാലും ഇവിടുന്ന് ഒരു റിക്കവറി വളരെ സാധ്യത കൂടുതലാണ്. മാർക്കറ്റ് രാവിലെ വീണാലും ഞാൻ അടിവരയിട്ട് പറയുന്നു, വീണാലും തിരിച്ച് കയറാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിനകത്തുള്ള ഈ 50% താരിഫ് ബാധിക്കുന്ന പ്രധാനപ്പെട്ട സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെക്സ്റ്റൈൽ സെക്ടറാണ്. ടെക്സ്റ്റൈൽ, പിന്നെ ഫുഡ് ഐറ്റംസ്, ഓക്കെ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്, പ്രത്യേകിച്ച് ഷ്രിമ്പ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് കൂടുതൽ ഇത് പിന്നെ ഗോൾഡ് ആൻഡ് ജ്വല്ലറി, ഗോൾഡ് ആൻഡ് ജ്വല്ലറി, വജ്രങ്ങളും രത്നങ്ങളും അങ്ങനെയുള്ള സംഭവങ്ങൾ, ഇതിനെയൊക്കെയാണ് ഇത് കൂടുതലായിട്ട് ബാധിക്കുന്നത്. ഈ പറയുന്ന സംഭവങ്ങളൊന്നും നമ്മുടെ നിഫ്റ്റി സ്റ്റോക്കിനകത്തിൽ വലുതായിട്ടില്ല. ഓക്കെ, അപ്പോൾ അതിൽ നമുക്ക് പറഞ്ഞ IT സെക്ടറിനൊന്നും ഇത് ബാധിക്കുന്ന കാര്യമില്ല. ഓയിൽ ആൻഡ് സെക്ടറിന്, ഓയിൽ ആൻഡ് അതിനും ഇത് ബാധിക്കുന്ന കേസല്ല, മനസ്സിലായി. അപ്പോൾ അങ്ങനെയുള്ള കേസുകൾക്കൊന്നും നമുക്ക് ഈ താരിഫ് ബാധകമല്ല. അതുകൊണ്ട് എന്നാൽ തന്നെയും ഈ ഒരു പാനിക് സെൻറ്റിമെൻറ്റ്സ് പാനിക് സെല്ലിംഗ് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്, ഇത് എഫക്റ്റ് ചെയ്തില്ലെങ്കിലും. പക്ഷെങ്കിൽ നമ്മളൊരു കാര്യം ചിന്തിക്കണം, ഇന്ത്യ വെറുതെ ഇരിക്കത്തില്ല. ഇന്ത്യ ഞങ്ങൾ ശക്തരാണ് എന്ന് കാണിക്കാൻ വേണ്ടി പർപ്പസ്ഫുള്ളി, ഞാൻ നാളെ പറയുന്ന പോലെ തന്നെ പർപ്പസ്ഫുള്ളി ഒരു ബൈ നടത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ്. താഴെ പോയാലും മാർക്കറ്റിനെ തിരിച്ച് കയറ്റാൻ ഇന്ത്യ ശ്രമിക്കും. കാരണം ഇത് ഇന്ത്യയുടെ പ്രസ്റ്റീജ് ഇഷ്യൂ ആണ് ഇല്ലേ. ഇത്രയും വലിയ, അതായത് 35 ട്രില്യൺ GDP ഉള്ള ഒരു രാജ്യം വെറും 4.2 ട്രില്യൺ മാത്രം GDP ഉള്ള ഒരു രാജ്യത്തോട് കാണിക്കുന്ന അതിക്രമം എന്ന് പറയാൻ പറ്റത്തില്ല, കാണിക്കുന്ന ഈ പിന്നെ താരിഫ് നയത്തിനെ, അപ്പം 35-4 നമ്മൾ എന്ത് വ്യത്യാസമാണെന്ന് ആലോചിച്ച് നോക്കണം. അപ്പം തകർത്ത് കളയാം എന്നുള്ളൊരു വിചാരമായിരിക്കും. പക്ഷേ അതിൽ ഞങ്ങൾ തകരില്ല എന്ന് പ്രൂവ് ചെയ്യേണ്ട കടമ ആർക്കുണ്ട്? ഇന്ത്യക്കുണ്ട്, അല്ല ഇന്ത്യൻ രാഷ്ട്രീയ നേതൃത്വത്തിനുണ്ട്. അപ്പോൾ അതിനു വേണ്ടി അവർ പരമാവധി ശ്രമിക്കും. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് GST ഒരു റിഡക്ഷൻ കൊണ്ടുവരുന്നതിൻ്റെ കാര്യം. അതൊക്കെ 4-ാം തീയതി വരത്തുള്ളൂ.
എങ്കിലും അപ്പോൾ അതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് ജി എസ് ടി. അപ്പോൾ അതിൽ തന്നെ കുറച്ച് മാർക്കറ്റിനെ പിടിച്ചു നിർത്തും. പിന്നെ പറഞ്ഞില്ലേ, ഈ നമ്മുടെ റീറ്റെയിലേഴ്സിൻ്റെ സെൻറ്റിമെൻറ്റ്സ് ആണ് മാർക്കറ്റിനെ ഒരു പക്ഷേ താഴോട്ട് കൊണ്ടുപോകാനുള്ള സാധ്യത ഉള്ളൂ. അതിനുശേഷം ഉച്ച കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ താഴോട്ട് വീണതിന് ശേഷമോ തിരിച്ചു കയറാനുള്ള സാധ്യത, ഒരു വി ഷേപ്പ് റിക്കവറി തന്നെ നടക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് രാവിലെ കൊട്ടയുമായിട്ട് കാത്തിരിക്കുന്നവർ കൊട്ടയ്ക്ക് പകുതിയായാലും കാൽഭാഗമായാലും ഉള്ളതും കൊണ്ട് പിന്മാറാൻ ശ്രമിക്കുക. ഓക്കെ, അല്ലെങ്കിൽ ന്യായമായിട്ടുള്ള പ്രോഫിറ്റ് കിട്ടിയെങ്കിൽ മാറി നിൽക്കുക. ഓക്കെ, മാർക്കറ്റ് ഒരു ബോട്ടം ക്രിയേറ്റ് ചെയ്തതിന് ശേഷം വീണ്ടും തിരിച്ച് റിക്കവറി നടക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടുന്ന് നിങ്ങൾ നെക്സ്റ്റ് എക്സ്പയറി, ഈ എക്സ്പയറി അല്ല നെക്സ്റ്റ് എക്സ്പയറി കഴിവത്, ഈ എനിക്കൊന്ന് എക്സ്പയറി മാറി ശനിയാഴ്ചയാണെന്ന് തോന്നുന്നു, ഇനി മുതൽ ചൊവ്വാഴ്ചയാണെന്ന് തോന്നുന്നു എക്സ്പയറി. ഓക്കെ, അപ്പം അത് നിങ്ങൾ കഴിവതും ഒരു എക്സ്പയറി മാറി എടുക്കുന്നതായിരിക്കും നല്ലത്. കാരണം വോളറ്റാലിറ്റി ഭയങ്കര കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് പിന്നെ നിങ്ങൾക്കൊരു സേഫർ സോൺ എന്ന് പറയുന്നത് ഒരു എക്സ്പയറി കഴിഞ്ഞിട്ട് എടുക്കുന്നതായിരിക്കും ബെറ്റർ എൻ്റെ ഒരു അഭിപ്രായത്തിൽ. അപ്പം നിങ്ങളുടെ യുക്തം പോലെ, നിങ്ങളുടെ ഫണ്ടിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങളുടെ യുക്തം പോലെ ചെയ്യുക. ഓക്കെ, എന്ത് ചെയ്യണം എന്നുള്ള കാര്യം. നാളെ എന്തായാലും തിങ്കളാഴ്ചത്തെ മാർക്കറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നാളെ ഓക്കെ, നാളെ നമുക്ക് മാർക്കറ്റ് ചിന്തിക്കുക എന്നുള്ളത് പറഞ്ഞാൽ, നാളെ മാർക്കറ്റ് നേരെ താഴെ പോയാൽ ഒരു സെക്കൻഡ്, നേരെ താഴെ പോയാൽ എന്താ സംഭവിക്കുന്നത്? 24,534 നമ്മുടെ മെയിൻ സപ്പോർട്ട്. അതിനുശേഷം താഴെ ഒരു ട്രെൻഡ് ലൈൻ ഉണ്ട്. ഈ ട്രെൻഡ് ലൈൻ ഇത് നോക്കുക. ഈ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്ത് താഴെ പോയാൽ പിന്നെ നമ്മുടെ ലെവലുകളെല്ലാം ഇതുപോലെ തന്നെ കിടപ്പുണ്ട്. ഓക്കെ, അപ്പം നമ്മൾ എപ്പോഴും നാളെ ഗ്യാപ് ഡൗൺ ഓപ്പൺ ആയാൽ, ഏകദേശം ഇപ്പം നിലവിൽ അവസാനിച്ച് 100-120 പോയിൻറ്റ് ഗ്യാപ് ഡൗൺ ആണ് കാണിക്കുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 710, 600 ഈ റേഞ്ചിൽ വരും. ഓക്കെ, ഈ റേഞ്ചിൽ വരാനുള്ള സാധ്യത ഉണ്ട്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഇതിന് ശേഷം ഇവിടുന്ന് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ട്രെൻഡ് ലൈനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, ഇവിടെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നേരെ ഇവിടെ സപ്പോർട്ട് തിരിച്ചു പോകുന്ന നോക്കുക, അല്ലെങ്കിൽ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്യുന്നതാണ് നോക്കുക. ഈ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്തതിന് ശേഷം ഒരു 15 മിനിറ്റ് മാർക്കറ്റ് താഴെ നിൽക്കുകയാണെങ്കിൽ ഒരു പക്ഷേ താഴോട്ട് വരാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഏത് സമയം റിക്കവറി സാധ്യത വളരെ കൂടുതലായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ സൂക്ഷിച്ച് മാത്രം ട്രേഡ് ചെയ്യുക. ഇത്ര മാത്രമേ എനിക്ക് പറയാനുള്ളൂ. കാരണം ഇന്ന് ഞാൻ ഇച്ചിരി തിരക്കുകൂടാണ്. കാരണം ഇന്ന് എൻ്റെ ഫ്ലാറ്റിൻ്റെ ഷിഫ്റ്റിംഗ് ആണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാം അടുക്കി വെച്ച് ഞാൻ ഈ ലാപ്ടോപ്പിനകത്താണ് ഇപ്പോൾ ഈ സംഭവം ചെയ്യുന്നത്. അപ്പം അതിൻ്റെ കുറച്ച് തിരക്കുകളുണ്ട്. അപ്പം നാളെ നിങ്ങൾ വളരെ സൂക്ഷിച്ച് മാത്രം ട്രേഡ് ചെയ്യുക. എത്ര മാർക്കറ്റ് താഴെ പോയാലും റിക്കവറിക്ക് വേണ്ടി മാർക്കറ്റ് ശ്രമിക്കും. അതുകൊണ്ട് നിങ്ങൾ സൂക്ഷിച്ച് മാത്രം ട്രേഡ് ചെയ്യുക. അതുപോലെ തന്നെ ബാങ്ക് നിഫ്റ്റിയിൽ നോക്കിക്കഴിഞ്ഞാലും ബാങ്ക് നിഫ്റ്റിയിൽ ഈ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ലെവലുകൾ ശ്രദ്ധിക്കുക. ഈ 53,944 ഒരു ക്രൂഷ്യൽ ലെവൽ. ഓക്കെ, ഈ ലെവലിൽ താഴെ പോകുന്നുണ്ടോ നോക്കുക. താഴെ പോയാൽ പിന്നെ ലെവലുകൾ വരച്ചിട്ടില്ലേ അല്ലേ, വരയ്ക്കേണ്ടി വരുമോ നോക്കിയേക്കാം. ഒന്നും കാണുന്നില്ല. ഡേ നോക്കാം. 53,944 താഴെ പോയാൽ ദാ ഈ ലോ നോക്കാം. ഒരു വരയുടെ വരച്ചിട്ടേക്കാം. അതത്ര സുഖമല്ല. ആ വര അത്ര സുഖമല്ല. നോക്കിക്കോട്ടെ. ഓക്കെ, ഇതായിരിക്കും അടുത്ത സപ്പോർട്ട്. ഓക്കെ, അപ്പോൾ ഈ സപ്പോർട്ട് നിങ്ങൾ മാർക്ക് ചെയ്യുക. 53,285, 55,000 നിലവിൽ 54,500 നിൽക്കുന്നത്. 53, ഏകദേശം 1,500 പോയിൻ്റ് അകലമുണ്ട്. നമുക്ക് നോക്കാം എന്താ സംഭവിക്കുന്നത്. അതുപോലെ മിഡ് ക്യാപ്പ് നോക്കിക്കഴിഞ്ഞാൽ ഒരു ക്രൂഷ്യൽ സപ്പോർട്ടിലാണ് നിൽക്കുന്നത്. താഴോട്ട് പൊട്ടിയാൽ 12,452. ഓക്കെ, അവിടെ വരെ വരാനുള്ള സാധ്യതയുള്ളൂ. കാരണം മിഡ് ക്യാപ്പിനകത്ത് സെൻറ്റിമെൻറ്റ്സ് ബുക്കിംഗ് മാത്രമേ വരത്തുള്ളൂ. കാരണം അവിടെ ഈ പറയുന്ന പോലെ വലിയ അതിൻ്റെ ഹെവി വെയിറ്റേജ് സ്റ്റോക്കിനകത്തിലൊന്നും ഈ സംഭവങ്ങളില്ല. കാരണം ഐ ടി പിന്നെ ഡിക്സൺ ടെക്നോളജിക്ക് ഒന്നും ഇത് ബാധിക്കത്തില്ല. പിന്നെ അവിടെ BSE ആണ്. BSE ആയിട്ട് ഇതിന് യാതൊരു ബന്ധവുമില്ല. അപ്പം ഒരു പക്ഷെങ്കിൽ താഴെ പോയാലും ഇവിടുന്ന് മിഡ് ക്യാപ്പിന് റിക്കവറി സാധ്യത വളരെ കൂടുതലാണ്. അതുപോലെ BSEയിൽ ഒരു ബൈ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പം അവിടെ 2 കോഫോർജും പെർസിസ്റ്റൻറ്റ് സിസ്റ്റവും ഡിക്സണും ഈ പറയുന്ന സ്റ്റോക്കുകളൊക്കെയാണ് HDFC AMC അവരൊക്കെയാണ് തീരുമാനിക്കുന്നത്. അവിടെ നമ്മുടെ മാക്സ് ഹെൽത്ത്, അപ്പോൾ അവരൊക്കെയാണ് അവിടെ ഒന്നും ഈ താരിഫ് ബാധിക്കുന്ന കേസല്ല. ഓക്കെ,
അപ്പോൾ അതുകൊണ്ട് മിഡ് ക്യാപ്പ് നമ്മൾ വലിയ പേടിക്കേണ്ട കാര്യമില്ല. താഴെ പോയാലും തിരിച്ചു കയറാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ പറയാൻ. അപ്പോൾ നാളെ എല്ലാവരും സൂക്ഷിച്ചുകൊണ്ട് ട്രേഡ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നാളെ ഒരു പ്രോഫിറ്റബിൾ ഡേ ആശംസിക്കുന്നു. താങ്ക് യു ഓൾ.